എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമയ്ക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, അത് ഈ ഒരു ഡിപ്ലോമ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഡിപ്ലോമ പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം ഇതുപോലെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് വളരെ വിഷമത്തോടു കൂടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. ഞാനും ഈ ഡിപ്ലോമ പഠിച്ചതാണ്, പക്ഷെ അത് പഠിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ വളരെയധികം കുറഞ്ഞു, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിലും എന്തിനാണ് ഈ ഡിപ്ലോമ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിപ്ലോമ ഞാനും പാസ്സായിട്ടുള്ള ആളാണ്. 2017 ഞാൻ ഡിപ്ലോമ പാസ്സായത്. നിലവിലിപ്പം LD ടൈപ്പിസ്റ്റ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 8 മാസമായി ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിലും അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഡിപ്ലോമ എന്ന് പറയുന്നത് 2 വർഷമാണ്. നമ്മൾ റെഗുലറായിട്ട് തന്നെ പോയി പഠിക്കേണ്ട ഒരു ഡിപ്ലോമയാണ്. അപ്പോൾ ഇത് അല്ലാതെ പുറമേ നിന്ന്, അതായത് പ്രൈവറ്റായിട്ട് 6 മാസം കൊണ്ടൊക്കെ ചിലർ എഴുതിയെടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഇതിൽ വരുന്ന ഹയർ, അതായത് ടൈപ്പ് റൈറ്റിംഗ് ഹയർ, ഇംഗ്ലീഷ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, മലയാളം, ഇതൊക്കെ ഈ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡ് പുറമേ നിന്ന് ഇതിനേക്കാളും കുറഞ്ഞ കാലാവധിയിലും അതുപോലെ തന്നെ പെട്ടെന്നും കുറേ പേര് എന്ത് ചെയ്യുന്നുണ്ട്, പാസ്സായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിപ്ലോമേൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ ഓൾറെഡി ക്യാൻസൽ ചെയ്ത് വരികയാണ്, അല്ലെങ്കിൽ അബോളിഷ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ ഡിപ്ലോമ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇനിയും പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് കുറേ പേരുടെ ഡൗട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഞാൻ നിലവിൽ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്നത്. അതിൽ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിപ്ലോമയ്ക്ക് ഞാൻ ചേർന്നതും പഠിച്ചതും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്നതും കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ഞാൻ ഒരിക്കലും ഈ ഡിപ്ലോമ എന്താ പറയുക, പഠിക്കരുത്, അല്ലെങ്കിൽ പഠിച്ചിട്ട് കാര്യം ഇല്ല എന്ന് പറയുന്നതിൽ ഒരു ഇതുണ്ടാവില്ല. അതായത് പ്രത്യേകിച്ച് ഒരു വലിയ നല്ല കാര്യമല്ല. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് 2017 പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ അപ്പോഴും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ഇത് പറഞ്ഞിരുന്നെങ്കിലും ഞാനിപ്പോൾ 2025 ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് കയറിയത്, അപ്പോയിൻമെൻറ്റ് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞു, അതായത് ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ കളയാൻ പോവാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ ഡിപ്ലോമേൻ്റെ ആ വാല്യൂ, അല്ലെങ്കിൽ അത് പഠിക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പം ഞാൻ ഈ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കില്ലായിരുന്നു. ഓക്കെ, അതൊരു കാര്യമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ജനറൽ PSCക്ക് കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഈ ജനറൽ PSCയും പിന്നെ അതുപോലെ തന്നെ ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റും കമ്പയർ ചെയ്യുമ്പം ജനറൽ PSC ക്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആളായിരുന്നു. പക്ഷേ ഈ ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു ജോബിലേക്ക് കയറിയതാണ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കയറിയിട്ടുള്ളത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ്. അപ്പോൾ നിലവിൽ LD ക്ലർക്കിനേക്കാളും സാലറി കൂടുതൽ ഈ ഒരു പോസ്റ്റിനാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു കാരണവശാലും ഈ ഒരു ഡിപ്ലോമ എടുത്തതിൽ ഒരു നഷ്ടവും വന്നിട്ടില്ല. ആ ഒരു ഡിപ്ലോമ എടുത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ഡിപ്ലോമ പഠിക്കുന്നത് വഴി ടൈപ്പിസ്റ്റ് പോസ്റ്റ് മാത്രമല്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ഹൈക്കോർട്ടിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല, എന്നാലും പറയാട് ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റ് ബാക്കിയുള്ള പോസ്റ്റുകളേക്കാൾ, അതായത് ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, സ്റ്റെനോഗ്രാഫർ ആയിക്കോട്ടെ, അതിനേക്കാളും ജോലി കുറച്ചുകൂടി
എളുപ്പമാണ് ചെയ്യാൻ. നമുക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റ് മാത്രം ആഗ്രഹിച്ചിട്ട് ഡിപ്ലോമ എടുക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അവർക്കത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിപ്ലോമ ആയിരിക്കില്ല. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കയറിയിട്ടുള്ള പോസ്റ്റ് ടൈപ്പിസ്റ്റ് ആണ്. എന്നാലും എനിക്കറിയാം ഈ സ്റ്റെനോഗ്രാഫർ ആണെങ്കിലും കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ്. അത് എക്സാം ക്രാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഡിപ്ലോമ വെച്ചിട്ട് നമുക്ക് കേരള PSC മാത്രം അല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. SSC, അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ റെയിൽവേൻ്റെതും പോസ്റ്റുകൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ. SSCയിലൊന്നും നമുക്ക് ഈ ക്വാളിഫിക്കേഷൻ, അതായത് ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ആ ഒരു സ്കില്ല് ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ. എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെനോഗ്രാഫറൊക്കെ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡിക്റ്റേഷനൊക്കെ അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടാവുന്ന പോസ്റ്റാണ്. അതൊക്കെ ഈ കേരള PSCൻ്റെ പോസ്റ്റിനേക്കാളും നല്ല വാല്യുബിൾ ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അതുപോലെ തന്നെ സാലറി സ്കെയിലും നല്ല രീതിയിൽ കൂടുതലുള്ള പോസ്റ്റുകളാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥലത്ത് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ജോലി കിട്ടുക എന്നുള്ളതാണ്. അത് ആരെയും കുറ്റമല്ല. ഓക്കെ. അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്കൊരു ജോലി തീർച്ചയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ കേരള PSC ട്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് SSC ട്രൈ ചെയ്യാവുന്നതാണ്. SSCയും അതുപോലെ തന്നെ റെയിൽവേയിലൊക്കെ നല്ല ഒഴിവുകൾ വരുന്നുണ്ട്. ഞാനും അതിൻ്റെയൊക്കെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. SSC അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേൻ്റെയും എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു സേഫ് സോണിൽ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ ഇനി മുതൽ കിട്ടുകയുള്ളൂ. ഓക്കെ. അപ്പം നമുക്ക് ടൈപ്പിസ്റ്റ് വേരിയസ്, അതായത് ഡിസ്ട്രിക്റ്റ് വൈസ് വേരിയസ് എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലും നിങ്ങൾ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ റാങ്കുകളിൽ തന്നെ എത്തണം. ഓക്കെ. അതായത് ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ഏറ്റവും മാക്സിമം മാർക്ക് വാങ്ങിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ടൈപ്പിസ്റ്റ് പോസ്റ്റ് നമ്മുടെ സ്വന്തം സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടിൻ്റെ അടുത്ത് കിട്ടുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലക്കായിട്ട് കരുതാം. പക്ഷേ ലക്ക് എന്ന് പറയുന്നത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ. അതുകൊണ്ട് ഇനി പഠിക്കാൻ പോകുന്ന, അതായത് ഈ ഡിപ്ലോമ ഇനി പഠിക്കാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിപ്ലോമയാണ്. ഈ ഒരു ഡിപ്ലോമേൻ്റെ വാല്യൂ ഒരിക്കലും ഒരു ടൈപ്പിസ്റ്റ് പോസ്റ്റ് അബോളിഷ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഈ ഒരു ഡിപ്ലോമ അത്രയ്ക്ക് വാല്യൂ ഇല്ലാതാവുന്നില്ല. നിങ്ങൾക്ക് SSC ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ റെയിൽവേ ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ റിപ്പോർട്ടർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. പിന്നെ സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളുണ്ട്. പിന്നെ ഹൈക്കോർട്ടിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് വിളിക്കാറുണ്ട്. ഓക്കെ. ഏകദേശം നമ്മുടെ ഈ സിലബസ് തന്നെയാണ് വരുന്നത്. അതും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ SSC, റെയിൽവേ, ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. SSCക്ക് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട എന്നാണ്. പ്രോപ്പറായിട്ട് എനിക്ക് അറിയില്ല. അതൊന്ന് അന്വേഷിച്ച് നോക്കാം. ആ സ്കില്ലുണ്ടായാൽ മതി. ഓക്കെ. നമുക്കിപ്പോൾ എന്ത് ജോലിയാണെങ്കിലും ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്തണം, നല്ലൊരു രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷേ എനിക്ക് ഒരിക്കലും ഈ ഒരു ഡിപ്ലോമ അത്രയ്ക്ക് ചെറിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു 2 വർഷം കിട്ടുന്നുണ്ടെങ്കിൽ അത്രയധികം പ്രാക്ടീസാണ് ഇതിലൂടെ കിട്ടുന്നത്. ഓക്കെ. പുറമേ നിന്ന്, അതായത് സ്കില്ല് നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ. നമുക്ക് പുറമേ നിന്നിപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡിൻ്റെ എക്സാം പാസ്സാവുകയാണെങ്കിൽ, അത് സ്കില്ലുള്ള ആളാണെങ്കിൽ എന്തായാലും ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. എങ്കിലും ഈ ഡിപ്ലോമ 2 വർഷം നമ്മൾ നന്നായിട്ട് അതിൽ തന്നെ നന്നായിട്ട് മുഴുകി നമ്മൾ ആ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന വർക്കിന് അതൊരു പ്രത്യേകത തന്നെയാണ്. ഓക്കെ. ആ ഒരു വർക്കിൻ്റെ സ്പീഡ് ആയിക്കോട്ടെ, പ്രിസിഷൻ ആയിക്കോട്ടെ, എല്ലാം കറക്റ്റായിരിക്കും. അതുപോലെ തന്നെ ഒരു തെറ്റുകളും വരില്ല.
അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട്. ഡിപ്ലോമ ഒരിക്കലും നമുക്കൊരു മോശമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ് നമുക്ക് ഇത്രയും പുറമേ നിന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുറേ അധികം പൈസ ചിലവാക്കേണ്ടി വരും. പക്ഷേ ഇതിൽ ഡിപ്ലോമ ആകുമ്പോൾ നമുക്ക് ചേർന്ന് കഴിഞ്ഞാൽ അധികം ഫീസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ടൈം പോവും, അത്രയേ ഉള്ളൂ. അതായത് ഈ 2 വർഷം നിങ്ങൾക്കത് മാറ്റിവെക്കാൻ പറ്റുവാണെങ്കിൽ 2 വർഷം പിന്നെ റിസൾട്ട് വരുന്ന ആ ഒരു സമയം കൂടി വെയിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഡിപ്ലോമ എന്ന് പറയുന്നത്. SSC അതുപോലെ തന്നെ റെയിൽവേ നന്നായിട്ട് നോക്കുക. ഓക്കെ, PSC കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പിസ്റ്റിൻ്റെ കൂടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ ഇതുകൂടി നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.